ഹലോ, നമുക്കിന്നൊരു സ്ക്രഞ്ചീസ് ഉണ്ടാക്കിയാലോ? അതിനുവേണ്ടി ഞാൻ കുറച്ച് നീളം ഉള്ളൊരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ആ മെറ്റീരിയലിൻ്റെ രണ്ടറ്റത്തും നമ്മൾ ചെറിയ ഒരു സ്റ്റിച്ച് കൊടുത്തെടുക്കുന്നുണ്ട്. ആ സ്റ്റിച്ച് കൊടുത്തെടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പീസ് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തേക്കണത്. ഈ പീസിൻ്റെ രണ്ടറ്റവും കൂട്ടി ഒരു സ്റ്റിച്ച് കൂടി നമ്മൾ കൊടുത്തെടുക്കുന്നുണ്ട്. അങ്ങനെ കിട്ടിയ ഈ പീസിൻ്റെ നല്ല വശത്തും കൂടി ഒരു സ്റ്റിച്ച് ചെറുതായിട്ട് കൊടുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ചെയ്യേണ്ട പരിപാടി എല്ലാം സിമ്പിളാണ്. ഈ തുണി രണ്ടായിട്ട് മടക്കി അതിൻ്റെ നടുക്ക് കൂടി ഒരു ഇലാസ്റ്റിക് കയറി പോകാൻ വിധത്തിലുള്ള ഒരു സ്റ്റിച്ച് കൊടുക്കണം. പക്ഷെ ഞാൻ ഈ വീഡിയോയിൽ ചീത്ത വശത്ത് സ്റ്റിച്ച് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചേക്കണത്. പക്ഷെ നമ്മൾ നല്ല വശത്ത് കൂടി വേണം, നല്ല വശത്ത് തുണി മടക്കിയിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഈ ഒരു വിടവിൽ കൂടിയാണ് നമ്മൾ ഇലാസ്റ്റിക് കയറ്റി കൊടുക്കണത്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അപ്പോൾ അതിൽ കൂടി ഇനി ഇലാസ്റ്റിക് കയറ്റി എടുക്കണം. ഇലാസ്റ്റിക് ഒന്ന് ചെറുതായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ നമ്മൾ ഇലാസ്റ്റിക് കയറ്റാൻ വേണ്ടി ഒരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഗ്യാപ്പും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത സ്ക്രഞ്ചീസ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ആരും മറക്കല്ലേ.